നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. നയത്തിന്മേൽ മയം. കടുത്ത നിലപാടുകളിൽ മയം വരുത്തി വ്യവസായ വികസനത്തിൽ ഉദാര നയങ്ങൾ പ്രഖ്യാപിച്ച CPM. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നയമാറ്റം തലസ്ഥാനത്ത് നടക്കുന്ന കേരള പഠന കോൺഗ്രസിൽ. എക്സ്പ്രസ് വേ സംബന്ധിച്ച മുൻ നിലപാട് തിരുത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകാൻ നിർദ്ദേശം. വ്യവസായങ്ങൾക്ക് ഏകജാലക സംവിധാനവും ജനപങ്കാളിത്തത്തോടെയുള്ള പൊതുസംരംഭങ്ങളും പാർട്ടി വാഗ്ദാനം. ഭരണനിർവഹണത്തിൽ പൊളിച്ചെഴുത്ത് വിഭാവനം ചെയ്യുന്ന CPM അഴിമതി തുടച്ചു നീക്കാൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിൽ സമ്പൂർണ്ണ ഗവേണൻസും ഓൺലൈൻ സേവനങ്ങളും. ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തുന്നതാണ് പാർട്ടി നയമെന്നും പ്രഖ്യാപനം. ദേശീയതലത്തിൽ ഫലപ്രദമായ ഇടതുപക്ഷ ബദലിന് കളമൊരുക്കേണ്ടത് കേരളത്തിലെ ഇടതു പ്രസ്ഥാനങ്ങളെന്ന് പഠന കോൺഗ്രസിൽ സീതാറാം യെച്ചൂരി. നരേന്ദ്രമോദിയുടെ പരിഷ്കാരങ്ങൾ സംസ്ഥാനങ്ങളുടെ അധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമെന്നും ജനറൽ സെക്രട്ടറി. അക്കരയ്ക്കും ആധാർ. പ്രവാസികൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ആലോചന. ആധാറിന് പുറമെ ഇന്ത്യൻ പ്രവാസി പൌരത്വ കാർഡുകൾ നൽകുന്ന കാര്യവും പരിഗണിക്കുമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. വിദേശത്തേക്ക് നഴ്സിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾക്ക് സ്ത്രീകളെ അയക്കുന്നത് സർക്കാർ ഏജൻസികൾ വഴി മാത്രമാക്കും. അന്യരാജ്യങ്ങളിൽ ജോലി തേടി പോകുന്ന സ്ത്രീകൾ കബളിപ്പിക്കലിനും പീഡനങ്ങൾക്കും ഇരയാകുന്ന സാഹചര്യത്തിലാണ് പരിഷ്കാരം. പാടുപെടും വല്ലാർപാടം. വല്ലാർപാടത്ത് ചരക്ക് നീക്കത്തിന് തിരിച്ചടിയായി സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ DP വേൾഡിന്റെ കരുനീക്കം. രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ വഴിയുള്ള കയറ്റുമതി ഇറക്കുമതി നിരക്കുകളിൽ 7% വർധനയ്ക്ക് ശുപാർശ. നിരക്കുകൾ കൂട്ടാൻ ടെർമിനൽ ഓപ്പറേറ്റർമാരായ ദുബായ് പോർട്ട് വേൾഡ് നൽകിയ ശുപാർശ അംഗീകരിക്കേണ്ടത് ഷിപ്പിംഗ് മന്ത്രാലയം. വർധനവിനുള്ള നിർദ്ദേശം 7% ആണെങ്കിലും പരോക്ഷ നിരക്കുകൾ ഉൾപ്പെടെ വർധനവ് 15% വരെ ആകുമെന്ന് സൂചന. DP വേൾഡിന്റെ നിലപാട് വല്ലാർപാടം ടെർമിനലിനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ സംസ്ഥാന സർക്കാരും പോർട്ട് ട്രസ്റ്റും നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടി. കണ്ടെയ്നർ ടെർമിനൽ വഴിയുള്ള ചരക്ക് നീക്കം കുത്തനെ ഇടിയുമെന്ന ആശങ്കയിൽ വ്യവസായ സമൂഹം. ധിക്കാരത്തിന്റെ പ്രഖ്യാപനം. പത്താൻകോട്ട് ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ വഴിമുട്ടിയ നയതന്ത്ര ചർച്ച സംബന്ധിച്ച് ഏകപക്ഷീയ പ്രഖ്യാപനവുമായി പാകിസ്ഥാൻ. ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറിമാരുടെ ചർച്ച ജനുവരി 15 തന്നെ നടക്കുമെന്ന് പാകിസ്ഥാൻ പാർലമെന്റിൽ അറിയിപ്പ്. പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ നിലപാടുകൾ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്. ഭീകരാക്രമണത്തിന്മേലുള്ള അന്വേഷണത്തിൽ പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമായ ശേഷമേ ചർച്ചയുള്ളൂ എന്ന തീരുമാനത്തിൽ ഇന്ത്യ. ചർച്ചകളിൽ കാശ്മീർ ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ വിഷയമാക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. ഇന്ത്യയുമായുള്ള ചർച്ചകളുടെ പാളം തെറ്റിക്കാൻ ഭീകര സംഘടനകളെ അനുവദിക്കില്ലെന്നും ഖ്വാജ മുഹമ്മദ്. അതേസമയം ഇന്ത്യയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ നടപടി വേണമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക. മുംബൈ ഭീകരാക്രമണ കേസിൽ എന്നതുപോലെ പത്താൻകോട്ട് ആക്രമണത്തിൽ മുടന്ത ന്യായങ്ങൾ പറയരുതെന്നും ഷെരീഫിനുള്ള ഫോൺ സന്ദേശത്തിൽ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി. തുടരുന്ന ചോരക്കഥ. സിറിയയിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 40 മരണം, നിരവധി പേർക്ക് പരിക്ക്. അൽ-നുസ്ര തീവ്രവാദികളുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബ് പ്രവിശ്യയിലെ റഷ്യൻ ആക്രമണം കോടതികളും ജയിലും ലക്ഷ്യമാക്കി. വിമത നിയന്ത്രണത്തിലുള്ള മഡായയിൽ ഭക്ഷണം ലഭിക്കാതെ 40,000-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ട്. ഈ മാസം 25-ന് ജനീവയിൽ നടക്കുന്ന സമാധാന ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി വാലിദ് മുയല്ലം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.